ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എന്റെ ടെസ്റ്റ് എടുത്ത് തന്നു. ഫിറോസ് ഖാൻ സജന നൂർ വിഷയം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം സജനക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിലെ പ്രധാന ഉള്ളടക്കം സജന ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നൽകുന്ന എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഈ ആരോപണങ്ങൾ സജന തെളിയിച്ചാൽ ജനങ്ങൾക്ക് കല്ലെറിഞ്ഞു കൊല്ലാമെന്നാണ് ഫിറോസ് പറഞ്ഞത്. കൂടാതെ സജനനെ പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ദുബായിലുള്ള സുഹൃത്ത് നൽകിയത്. അതായത് സജന പൂർണ്ണ ആൽക്കഹോളിക് ആണെന്നും കൂടാതെ MDMA പോലുള്ള മാരക ലഹരിക്ക് അടിമയാണെന്നും പറയുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ സജന ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നു. ഫിറോസിന്റെ പ്രധാന ആവശ്യം തനിക്ക് തന്റെ കൊച്ചിനെ ലഭിക്കണം, സജനയുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമില്ല. പക്ഷേ സജനയുടെ നിലപാട് കൊച്ചിനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല, കാരണം ഫിറോസ് നാളെ ആ കൊച്ചിനെയും ദുരുപയോഗം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി, കാരണം ഫിറോസിനെ അപമാനിക്കുന്നതിന്റെ പീക്ക് ലെവൽ സജന ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു. എന്തായാലും സജന ഫിറോസിനെ പറ്റി പറയുന്ന അലിഗേഷൻസ് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ശരി, നീ വന്നിപ്പോ ഫിറോസിനെ കുണ്ടനാക്കിയോ? ആദ്യം നീ ഫിറോസിനെതിരെ ഫ്രഞ്ച് കിസ് ആരോപണം നടത്തി, കൂടാതെ 17-കാരിയായിട്ടുള്ള ലൈംഗിക ബന്ധം. ഇതിനൊന്നും ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ സ്വയം നാറുന്നത്? നിനക്ക് നിന്റെ കൊച്ചിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു പിതാവിന്റെ സ്നേഹത്തിന് ഇങ്ങനെ കളങ്കകരമായി ചിത്രീകരിക്കില്ലായിരുന്നു. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാ. താൻ ലീഗലി പോടോ. കേട്ടില്ലേ? സജന ഇതുകൂടാതെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് മാസ ചെലവിന് വെറും 2500 രൂപയാണ് ഫിറോസ് നൽകിയതെന്നും അതൊന്നും കുട്ടികളുടെ സ്നാക്സിന് പോലും തികയില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത് സജനയോടാണ്. നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ കൊച്ചുങ്ങളുടെ ചെലവെല്ലാം റസൂൽ പൂക്കുറ്റിയാണ് നോക്കുന്നതെന്ന്? എന്നിട്ട് നീ അവനോട് നന്ദികേട് കാട്ടിയില്ലേ? എന്തായാലും റസൂൽ പൂക്കുറ്റി സജനയ്ക്ക് 40 ലക്ഷം രൂപ കൊടുത്തതിന്റെ, വാച്ച്, ഡയമണ്ട് നെക്ലസ് കൊടുത്തതിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. So far from 23 September onwards I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിംഗ്, മോതിരം, വാച്ച്. വോയിസ് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സജനക്ക് വേണ്ടി റസൂൽ പൂക്കുറ്റി ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. സജനനെ പറ്റി അറിഞ്ഞ മറ്റൊരു കാര്യമാണ് സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെയും ബലിയാടാക്കുമെന്ന്. അങ്ങനെ ബലിയാടായവരാണല്ലോ ഈ റസൂൽ പൂക്കുറ്റി, ദിയാസന, കൂടാതെ ഫിറോസ്. എനിക്ക് തോന്നുന്നത് ഫിറോസിന്റെ തലവര തെളിഞ്ഞു എന്നാണ്. കാരണം ഫിറോസുമായി ബന്ധത്തിൽ നിൽക്കെ സജന അഭീത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീയോടൊപ്പം ജീവിക്കേണ്ട ഗതികേട് ഒരു പുരുഷന്മാർക്കുമില്ല. ഒരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ റസൂൽ പൂക്കുറ്റി ഓർത്ത് സഹതാപം തോന്നുന്നു. കാരണം സജന കാരണം എത്ര രൂപയാണ് റസൂൽ പൂക്കുറ്റിക്ക് നഷ്ടമായത്. അഭിഹിതത്തിന് പോകുന്നവർ ഇതൊരു പാഠമാക്കണം. കാരണം ഒരാളെ ചതിച്ച് നിങ്ങളോട് അഭിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ചതിക്കില്ല എന്ന് ഒരിക്കലും ഉറപ്പു പറയാൻ കഴിയില്ല. മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനം കിട്ടില്ല. റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യ ഒരു രോഗിയാണ്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ഉണ്ട്. സജന രോഗിയാണെന്ന് പോലും പരിഗണിക്കാതെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് കാണിച്ചത്. അതിനെപ്പറ്റി നമ്മുടെ ദിയാസന പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് വാന്ന് പറഞ്ഞ് അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി. കേട്ടില്ലേ? സജനനെ പറ്റി എന്തോരം ആരോപണങ്ങളാണ് രംഗത്ത് വരുന്നത്. ഈ ആരോപണങ്ങൾ കേൾക്കുന്ന മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിയും സജനയെ സപ്പോർട്ട് ചെയ്യില്ല. ദിയാസന സജനനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സജന ദിയാസനക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. അതിൽ നിന്നെല്ലാം മൊത്തത്തിൽ എനിക്ക് മനസ്സിലായത് സജന സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെയും ബലിയാടാക്കും. അങ്ങനെ ബലിയാടായി പോയവരാണ് ഇവരെല്ലാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.